സി മിസ്റ്റർ അബ്ദുറഹ്മാൻ കുറച്ചു മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം എൻ്റെ പുറത്തായിരുന്നു. അദ്ദേഹം സബ്ജക്റ്റിലൊന്നിയല്ല സംസാരിച്ചിരുന്നത്. ഞാനീ പറഞ്ഞത് വഖഫ് മുനമ്പത്തോടു കൂടിയാണ് പൊതുജനങ്ങളിൽ എത്തിച്ചേർന്നതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ വഖഫ് നിയമം അറിയില്ല എന്നോ വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, പറഞ്ഞേ പറ്റൂ. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ, ഇറ്റ്സ് അപ് ടു ഹിം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കപ്പെട്ടിരിക്കുന്നത്, ഇതിൽ 14 അമെൻമെൻറ്റ്സും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഇത്രയും കാലം വഖഫ് ബോർഡിലും ട്രൈബ്യൂണലിലും നടന്നിട്ടുള്ള എല്ലാ അഴിമതികളും മനസ്സിലാക്കിയ ശേഷമാണ് ഇന്നത്തെ അദ്ദേഹം പറഞ്ഞ 25-നകത്ത് അവസാനത്തെ ഒരു സെൻറ്റൻസ്, ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ഞാൻ അതിൽ മാത്രം ഊന്നി പിടിക്കാം. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ മാത്രമേ പ്രോപ്പർട്ടീസ് ഹാൻഡ് ഓവർ ചെയ്യാവൂ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാവൂ. അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ 14 അമെൻമെൻറ്റ്സിലെ പരമപ്രധാനമായ അമെൻമെൻറ്റ് അത് തന്നെയാണ്. വാക്കാലെ പണ്ട് എൻ്റെ കൊച്ചച്ഛൻ ദാനം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആർക്കും ഒരു പ്രോപ്പർട്ടിയും പിടിച്ചു വെക്കാൻ സാധ്യമല്ല. ഇന്ന് 10,000-കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 1000-കണക്കിന് ആളുകൾ ക്യാഷ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടിയിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്നത് വഖഫ് നിയമങ്ങൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ അല്ലാതായതുകൊണ്ട് മാത്രമാണ്. അതിലൊരു സംശയമില്ല. ഏത് ഡോക്യുമെൻ്റാണ് ഉള്ളത്? ഗുജറാത്തിൽ നിന്ന് വന്ന സുൽത്താനേറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടോ? ഇല്ല. ആരുടെ എന്ത് ഡോക്യുമെൻറ്റിൻ്റെ ബേസിസിലാണ് മുൻപത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത്? SROയിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ? അവിടെ ഇല്ല. അത് ദാനാധാരമാണോ ഗിഫ്റ്റ് ആധാരമാണോ? അതില്ല. ഒരു ഡോക്യുമെൻ്റിൻ്റെയും ആധികാരികത ഇല്ലാതെ ആരോ എന്നോ എപ്പോഴോ വാക്കാൽ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അതൊരിക്കലും ഇന്ത്യയെപ്പോലെ ഒരു മതേതര രാജ്യത്ത് നടപ്പിലാക്കാൻ സാധ്യമല്ല. കാരണം ഇന്ത്യയിൽ വളരെ മനോഹരമായ ഒരു ആക്ട് ഉണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ പരിധിക്ക് മുകളിൽ ഒരു ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കാറില്ല തന്നെ. നമ്മളീ പറയുന്ന ദൈവം അല്ലെങ്കിൽ വിശ്വാസം, അതൊക്കെ നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്കപ്പുറത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിയമങ്ങൾ എഴുതപ്പെട്ടതാണ്. നിയമത്തിന് മുകളിലൂടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ വഖഫിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള പ്രോപ്പർട്ടി അക്വിസിഷൻ, അത് മാത്രമേ ഇന്ന് പാർലമെൻറ്റ് ചോദ്യം ചെയ്തിട്ടുള്ളൂ. അത് വളരെ നല്ലൊരു കമ്മിറ്റി ഇരിക്കുകയും ആ കമ്മിറ്റിയിൽ വളരെ മനോഹരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയമാണ്. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ലാൻഡ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് ഈസ് ഓൾവേസ് ഓഫ് ദ കിങ്. ഒരു രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് രാജാവാണ്. ജനാധിപത്യ രാജ്യത്തിൽ ലാൻഡിൻ്റെ അതോറിറ്റി ഈസ് ദ സ്റ്റേറ്റ്. ഡിസ്ട്രിക്ട് വൈസ് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് ദ അതോറിറ്റി. അവിടെ വൺസ് കളക്ടർ അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ ഓണർഷിപ്പ് കളക്ടറിനല്ലാതെ മറ്റൊരാൾക്ക് തീരുമാനിക്കാനാകുക? അതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 3-ൽ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നത്. കളക്ടർ തീരുമാനിക്കട്ടെ ഈ പ്രോപ്പർട്ടി വഖഫിൻ്റേതാണോ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റിൻ്റേതാണോ. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ചേഞ്ചസും എല്ലാ അമെൻമെൻറ്റ്സും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിയമത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആ ഒരു പഴുതിലൂടെ അനാവശ്യമായ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി, ദാറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോപ്പർട്ടി റൈറ്റ് ഈവൻ നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇന്ത്യയിൽ പ്രോപ്പർട്ടി ആർക്കും വെക്കാം, ബട്ട് ആസ് പെർ ദ ലോ, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. അല്ല, പ്രോപ്പർട്ടി കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ എൻ്റെ അപ്പൂപ്പൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അന്ന് എൻ്റെ അമ്മൂമ്മ അവിടെ താമസിച്ചിരുന്ന സ്ഥലമാണ്, എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വന്ന് പറയാ 4 തലമുറയ്ക്ക് മുമ്പ് എൻ്റെ മുതുമുത്തപ്പൻ ഉണ്ടാക്കി വെച്ച സ്ഥലമാണ്, അത് എടുത്തുകൊണ്ട് പോകും മക്കളെന്ന് പറയാൻ പറ്റുമോ? സോ ദെൻ വാട്ട് ഈസ് ദ എക്സ്ട്രാ പവർ ഓഫ് എ റിലീജിയൻ? ഒരു വ്യക്തിക്ക് സാധിക്കാത്തത് നിയമപരമായി ഒരു വ്യക്തിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത എന്ത് പരമാധികാരമാണ് ഒരു റിലീജിയനുള്ളതെന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ശ്രീ അബ്ദുറഹ്മാൻ, നിങ്ങൾ പറയാ ഒരു വ്യക്തിക്കില്ലാത്ത നിയമത്തിന് മുകളിൽ എന്ത് ആധികാരികതയാണ് ഒരു മതത്തിനുണ്ടെന്ന് പറയട്ടെ. ഇവിടെ എല്ലാം എവിഡൻസ് ആക്റ്റും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പേപ്പർ ഇല്ലാതെ, ഒരു ഡീഡ് ഇല്ലാതെ, ഒരു അതോറിറ്റി ഇല്ലാതെ കാണുന്ന സ്ഥലങ്ങൾക്ക് വളഞ്ഞിട്ട് പിടിക്കുക. 404 ഏക്കർ വളരെ മനോഹരമായി പിടിച്ചെടുത്തു. പാവപ്പെട്ട ജനങ്ങൾ അറിയണത് കര അടയ്ക്കാൻ പോകുമ്പോഴാണ്. ഇതിനെന്താ പറയാ?